ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. പിതാക്കന്മാരെ, മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ പോറ്റി പുലർത്തണം എന്നുള്ളത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ മക്കളെ കോപിപ്പിക്കരുത് എന്ന് നമ്മൾ ചിന്തിച്ചു. അത് ഏത് അർത്ഥത്തിലും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നാം അല്പമായി ചിന്തിക്കുകയുണ്ടായി. മക്കളെ കോപിപ്പിക്കാതെ ഇരിക്കുന്നതിന് മാതാപിതാക്കന്മാർ ചെയ്യേണ്ടുന്നതായ ചില കാര്യങ്ങളും, എന്നാൽ അനേകരും തെറ്റിപ്പോവുകയും തെറ്റായി മക്കളോട് ഇടപെടുകയും ചെയ്യുന്നതായിട്ടുള്ള ചില മേഖലകളും ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മാതാപിതാക്കന്മാർ മക്കളെ കോപിപ്പിക്കുന്ന ഒരു പ്രധാന രീതി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ, അതായത് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായതായ പഴയ എന്തെങ്കിലും പരാജയങ്ങളോ തെറ്റുകളോ അവരെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ച് അവരെ മുറിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അത് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, അത് ഭാര്യ ഭർത്താവ് ബന്ധത്തിലും മാത്രമല്ല, അത് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും എല്ലാം അതൊരു പ്രധാന പ്രശ്നമാണ്. എന്നാൽ പിള്ളേര് പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിച്ചില്ല, അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വിട്ടപ്പോൾ നീ പഠിച്ചില്ല എന്നോ, അല്ലെങ്കിൽ നിന്റെ ചെറുപ്പകാലത്ത് നീ വളരെ മോശമായിട്ട് നടന്നു, ഉത്തരവാദിത്വം കാണിച്ചില്ല തുടങ്ങിയതായ കാര്യങ്ങൾ പറഞ്ഞ് മക്കളെ പ്രകോപിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോടുള്ള ബന്ധത്തിലാണെങ്കിൽ പ്രധാനമായിട്ടും അത് പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്നതായ പരാജയങ്ങളെയോ കുറവുകളെയോ അത് ഓർമ്മിപ്പിച്ച് അത് അവർക്ക് ഒരു മുറിവുണ്ടാക്കുന്ന നിലയിൽ അവരോട് ഇടപെടുന്നത് തീർച്ചയായിട്ടും അവരെ കോപിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ നിന്നും വിശ്വാസികൾ തീർച്ചയായിട്ടും വിട്ടുനിൽക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുവാനായിട്ട് പാടുള്ളതല്ല. രണ്ടാമത്, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കന്മാർ തെറ്റിപ്പോകുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ താരതമ്യം ചെയ്യുന്ന ഒരു മേഖലയിലാണ്. ഒരു ആളുടെ മക്കളെ തമ്മിലോ അല്ലെങ്കിൽ അയൽവക്കത്തോ ബന്ധത്തിലോ ഉള്ളതായിട്ടുള്ള ആളുകളെ വെച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ താരതമ്യം ചെയ്യുന്നതായ ഒരു പ്രവണതയും നമുക്ക് മനുഷ്യരുടെ ഇടയിൽ ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയും, കുടുംബങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അത് തികച്ചും ദൈവസന്നിധിയിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മുമ്പിലും ഒക്കെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ 10 മക്കളുണ്ടെങ്കിൽ, കഴിഞ്ഞ തലമുറ വരെയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, 10 മക്കളുണ്ടെങ്കിൽ ഈ 10 മക്കളും 10 രീതിക്കാര്, സ്വഭാവക്കാര്, കാഴ്ചപ്പാടുകാരൊക്കെയാണ്. ആരും അങ്ങനെ ഒരേപോലെയുള്ള സ്വഭാവമുള്ള ആളുകളല്ല. കുഞ്ഞുങ്ങൾ ഇരട്ടിയായി കുഞ്ഞുങ്ങൾ പ്രസവിച്ച് വളർന്നു വന്നാലും അവരിൽ തമ്മിലും യഥാർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് അവരെ കോപിപ്പിക്കുകയും അവരെ നിർവീര്യമാക്കുന്ന അല്ലെങ്കിൽ അവരെ നമ്മൾ പകയ്ക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരിലുമുള്ള കഴിവുകൾ വ്യത്യാസമാണ് എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയുകയില്ല. വളരെ മിടുക്കന്മാരായിട്ടുള്ള മക്കൾ ചിലപ്പോൾ തിരിച്ചു ചോദിക്കും, അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെയൊക്കെ പഠിച്ച ആളുകൾ ഇന്ന് കളക്ടറും മന്ത്രിയൊക്കെയാണ്, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ പോലും അത് അവരുടെ മനസ്സിൽ കൂടെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മക്കളെ തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് പാടില്ല. മറ്റുള്ളവരെ വെച്ച്, മറ്റ് കുടുംബങ്ങളിലെ മക്കളെ വെച്ചോ അയൽവക്കത്തെ മക്കളെ വെച്ചോ ബന്ധുക്കളുടെ മക്കളെ വെച്ചോ ഒക്കെ അവരെ കണ്ടുപിടിക്കണമെന്നോ അവരെ പോലെ ആകണമെന്നോ നിനക്ക് എന്തുകൊണ്ട് അവരെ പോലെ ആകാൻ കഴിയുന്നില്ല എന്നോ ഒന്നും പറഞ്ഞ് അവരെ അങ്ങനെ പ്രകോപിപ്പിക്കുവാനായിട്ട് ഒരിക്കലും പാടുള്ളതല്ല. പിന്നെ മൂന്നാമത്, കുട്ടികളെ പ്രകോപിപ്പിക്കുന്നതായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ രീതി എന്ന് പറയുന്നത് അവരുടെ മേൽ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ
മാതാപിതാക്കന്മാർ ചെലുത്തുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, കുഞ്ഞുങ്ങളുടെ കഴിവുകളും അവരുടെ പ്രാപ്തിയും ഒക്കെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അവരെ ആ ഒരു തലത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിവേകമുള്ള മാതാപിതാക്കന്മാർ ചെയ്യേണ്ടത്. എല്ലാ കുഞ്ഞുങ്ങളും ഒരേ കഴിവുകളുള്ളവരല്ല. ഒരു ഉദാഹരണത്തിന്, സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ കാണും, എന്നാൽ ഭാഷ പഠിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ കാണും, കണക്കിനോട് താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ കാണും. എല്ലാവരിലും ഉള്ളതായ കഴിവുകളും താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ അപ്പനും അമ്മയ്ക്കും അവരുടെ കുഞ്ഞുങ്ങൾ ഒരു ഡോക്ടറായി കാണണമെന്നാണ് താല്പര്യം. എന്നാൽ സയൻസ് പഠിക്കാനായിട്ട് സ്വമേധയാ കഴിവില്ലാത്തതായും താല്പര്യമില്ലാത്തതുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ആ ഒരു നിലയിൽ സമ്മർദ്ദം ചെലുത്തി അവരെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുക, അതൊരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിലൂടെ കടന്നു പോകുമ്പോൾ മക്കളെ ഏറെ സമ്മർദ്ദത്തിലായി പോവുകയും അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ അവരവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളതല്ല, അവരുടെ അഭിരുചി മനസ്സിലാക്കി അവരെ ആ ഒരു രീതിയിൽ വളർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഒന്നും അവിടെ പ്രസക്തമല്ല. ഞാനൊരു ഉദാഹരണമായിട്ട് പഠനത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതുപോലെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അവരവരുടെ താല്പര്യങ്ങൾ, അവരവരുടെ കഴിവുകൾ, താല്പര്യങ്ങളും കഴിവുകളും, പൊതുവെ കഴിവുകൾ ഏത് മേഖലകളിലാണോ ആ മേഖലകളിലായിരിക്കും അവർക്ക് താല്പര്യങ്ങളും ഉണ്ടാവുക. അതിനനുസരിച്ച് അവരെ നമ്മൾ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ അതിനനുസരിച്ച് അവരെ കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ രോഗമൊക്കെ വരുമ്പോൾ മക്കളെ സമർപ്പിക്കുന്ന ഒരു രീതിയിലുണ്ട്. അത് എല്ലാ മതങ്ങളിലും ഉണ്ട്, പല സഭകളിലും അതുണ്ട്. കത്തോലിക്ക സഭയിലൊക്കെ ആണെങ്കിൽ മക്കളെ അച്ഛനാക്കിയേക്കാം അല്ലെങ്കിൽ കന്യാസ്ത്രീ ആക്കിയേക്കാം എന്നൊക്കെ നേരുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളുടെ ഇടയ്ക്കും ഞാനൊരു സുവിശേഷകനാക്കാം അല്ലെങ്കിൽ ഒരു പാസ്റ്ററാക്കാം എന്നുള്ള നേർച്ച മക്കളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനം അവരുടെ അറിവോ സമ്മതമോ അവരുടെ കാഴ്ചപ്പാടുകളോ ദൈവകൃപയോ ഒന്നും മനസ്സിലാക്കാതെ ആളുകൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഗൗരവമായിട്ടുള്ള രോഗങ്ങൾ വരികയും ആ രോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തിന് താമസമൊക്കെ വന്നാൽ പല മാതാപിതാക്കന്മാരും ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് മക്കളെ അവർ വലുതാകുമ്പോൾ ഞങ്ങളൊരു പാസ്റ്റർ ആക്കിയേക്കാം എന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. പ്രിയമുള്ളവരെ, അതിനുശേഷം അവര് അങ്ങനെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെ നിന്നെ ഞാനൊരു പാസ്റ്റർ ആക്കിയേക്കാം എന്നുള്ള ഒരു കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പലരും മറന്നു പോകും, പലരും അതിന് താല്പര്യം കാണിക്കുകയില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞ് മക്കൾക്ക് ദൈവം അതിനുള്ള കൃപയും പരിജ്ഞാനവും കൊടുത്തിട്ടില്ല എങ്കിൽ അവരുടെ മേൽ വെക്കുന്നതായിട്ടുള്ള ഒരു നിയന്ത്രണവും അതുപോലെ തന്നെ ഒരു സമ്മർദ്ദവുമാണ് അത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് തന്നെ ഒരു തടസ്സമായിട്ട് വരാം. കാരണം ഒരു ഇടയ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് അതാരും നേർന്നിട്ട് ഉണ്ടാകുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. അത് ദൈവം ഓരോരുത്തരെയും ഭരമേൽപ്പിക്കുന്നതായ ഉത്തരവാദിത്വങ്ങളാണ്. അതിന് ദൈവമാണ് അത് ചെയ്യുന്നത്, ദൈവാത്മാവാണ് അത് ചെയ്യുന്നത്. അതിന്റെ മാനദണ്ഡങ്ങൾ എന്ത് എന്നുള്ളത് നമുക്കറിയില്ല. ഓരോരുത്തർക്കും അവരവരുടെ പ്രാപ്തി പോലെ ദൈവം അങ്ങനെ ദൈവാത്മാവ് അങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് അവരെ കോപിപ്പിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ അവര് വളരെ പ്രതിസന്ധികളിലേക്കും നിരാശയിലേക്കും ഒക്കെ പോകുന്നതിന് കാരണമായി തീരും. പിന്നെ മറ്റൊരു കാര്യം, കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായതുമായ ഒരു കാര്യമാണ്. അതായത് ഒരു തലമുറയും അടുത്ത തലമുറയുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ അനേക തലമുറകളിൽ ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു വ്യത്യാസം ഈ കഴിഞ്ഞ തലമുറയും ഇപ്പോൾ പ്രായമായവരും ഇപ്പോൾ മധ്യവയസ്കരായവരും ഇപ്പോൾ യുവാക്കന്മാരായവരും അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഈ 4 തലമുറ എന്ന് പറയുന്നത് തലമുറകൾ തമ്മിൽ വളരെയേറെ വ്യത്യാസങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കണമെന്നോ, ഞാൻ ചിന്തിക്കുന്നത് പോലെ എൻ്റെ മക്കൾ ചിന്തിക്കണമെന്നോ, എൻ്റെ മക്കൾ ചിന്തിക്കുന്നത് പോലെ അവരുടെ മക്കൾ ചിന്തിക്കണമെന്നോ പറഞ്ഞാൽ അത് തികച്ചും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ മേഖലകളിൽ ദൈവവചനപ്രകാരമുള്ള പ്രമാണങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു മാറ്റവുമില്ലാതെ ഈ കഴിഞ്ഞ
നൂറ്റാണ്ടുകളൊക്കെയും നിലനിൽക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിലെ പ്രമാണങ്ങൾക്ക് മാത്രം മാറ്റമില്ല, എന്നാൽ സാമൂഹികമായിട്ടുള്ള അനേക തലങ്ങളിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അങ്ങനെ സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് കുട്ടികളിൽ നിന്നുമൊക്കെ ആളുകൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നമ്മുടെ കാഴ്ചപ്പാടുകളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തികച്ചും ശരിയല്ലാത്തതായിട്ടൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുത്തപ്പൻപുഴയിൽ നിന്നും പുല്ലരാമ്പാറ വരെ ഏകദേശം 10 കിലോമീറ്ററോളം ഒരു സൈഡിലേക്കുള്ള നടപ്പുണ്ടായിരുന്നു. തിരിച്ച് ഒരു 10 കിലോമീറ്റർ. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ സഭായോഗത്തിന് കോടഞ്ചേരിക്ക് പോയപ്പോൾ അത് അതിനേക്കാൾ ഏറെ ദൂരം ഒരു സൈഡിലേക്ക് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ നടന്നാണ് പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നും അങ്ങനെ നടന്നു പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതുപോലെ അന്നത്തെ ജീവിത സാഹചര്യങ്ങളും അന്നത്തെ ആളുകളുടെ അവസ്ഥയും അന്നത്തെ ഭക്ഷണം, വ്യായാമം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തേതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലെ ആളുകൾ അന്ന് ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ആകണമെന്ന് പറയുന്നതോ ഒക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. അതൊക്കെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കുക എന്നുള്ളതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് അത് അംഗീകരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരുടെ ജീവിതത്തെ ഏറെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളുമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ നാം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. തലമുറകൾ, അടുത്ത തലമുറ വരുമ്പോൾ അവരുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ദൈവവചനത്തിലെ പ്രമാണങ്ങളെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസവും വരുത്തുവാനായിട്ട് കഴിയുകയില്ല. അതൊഴികെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടത് നാം ഏറെ ആവശ്യമാണ്. അതല്ല എങ്കിൽ മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധം അകലാനും അത് കാരണമായി തീരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മക്കളെ കോപിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ പ്രായമായി അവര് സ്വതന്ത്രരായി കഴിയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കന്മാർ നിയന്ത്രിക്കുന്ന ഒരു പരിപാടി പൊതുവെ ആളുകളുടെ ഇടയിലുണ്ട്. അത് പലപ്പോഴും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ പലപ്പോഴും മക്കൾക്ക് സമ്മതമല്ല. മക്കൾക്ക് ആവശ്യമായിട്ടുള്ള ആലോചനയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉത്സാഹവും കാഴ്ചപ്പാടുകളും ഒക്കെ പകർന്നു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അവരെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് മാതാപിതാക്കന്മാർ പോകുമ്പോൾ അത് ബന്ധങ്ങളിൽ ഉരസലുകൾ ഉണ്ടാക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നാം എന്താണ് നമ്മുടെ മക്കളുടെ മേൽ അധികാരം, അവർ സ്വതന്ത്രരായി കഴിഞ്ഞതിന് ശേഷം, പുതിയ കുടുംബങ്ങളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അവരുടെ മേൽ അധികാരം നടത്താൻ ശ്രമിക്കുന്നത്, അത് വളരെ തെറ്റായിട്ടുള്ള ദുരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കാവുന്ന ചില കാര്യങ്ങളാണ്. പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവര് നമ്മളുടെ അടുത്ത് അവരുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് ആലോചന ചോദിച്ച് വരും. അത് നമ്മളിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആരോഗ്യപരമായ, പ്രായോഗികമായ, വചനപരമായിട്ടുള്ള ആലോചനകൾ നാം അവർക്ക് കൊടുക്കും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടെങ്കിൽ അവർ നമ്മളുടെ അടുക്കിലേക്ക് വരും. അതാണ് ഒരു മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് വിജയം. അങ്ങനെ നമ്മളുടെ അടുക്കിലേക്ക് മക്കള് ആലോചനയ്ക്കായിട്ട് വരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അവര് സ്വയം പര്യാപ്തരാണ് എന്നോ അല്ല എങ്കിൽ നമ്മളിൽ അവർക്ക് വിശ്വാസമില്ല എന്നുമാണ്. ഇത് രണ്ടുമായിരിക്കുമ്പോഴും അവരുടെ കാര്യത്തിൽ നാം ഇടപെടാൻ പോകുന്നത് വളരെ ശരിയല്ലാത്തതായ ഒരു കാര്യമാണ്. അത് കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഏറെ കാര്യങ്ങൾ ഈ മക്കളെ വളർത്തുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയുണ്ടായി. അത് പ്രധാനമായും കുഞ്ഞുങ്ങളെ അവരുടെ ചെറുപ്രായത്തിൽ വളർത്തുന്നതിനെ കുറിച്ചാണ്. എന്നാൽ കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞ കുഞ്ഞുങ്ങളോടുള്ള, മക്കളോടുള്ള നമ്മളുടെ സമീപനമാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ടിടയായത്. ഈ കാര്യങ്ങൾ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതല്ല എങ്കിൽ അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും ആത്മീക ജീവിതത്തെയും സമാധാന ബന്ധത്തെയും ഒക്കെ ഏറെ സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ ഏറെ
തെറ്റായ നിലയിൽ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 4-ാമത്തെ വാക്യത്തെ സംബന്ധിച്ച് ഇത്രയും പറഞ്ഞ് ഞാനത് അവിടെ അവസാനിപ്പിക്കുന്നു. 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വേറൊരു വിഷയത്തെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ, സഭയിൽ അന്യോന്യമുള്ള കീഴടങ്ങലിനെ കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞു. എല്ലാ ബന്ധങ്ങളിലും ഇരുപക്ഷക്കാർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വമുണ്ട്, ഭർത്താവിന് ഭാര്യയോടുള്ള ഉത്തരവാദിത്വമുണ്ട്. സഭയിൽ അന്യോന്യമുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. മാതാപിതാക്കന്മാർക്ക് മക്കളോട് ഉത്തരവാദിത്വമുണ്ട്, മക്കൾക്ക് മാതാപിതാക്കന്മാരോട് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ അടുത്തത് യജമാനന്മാരും ദാസന്മാരും എന്നുള്ള ഗണത്തിലേക്കാണ് വരുന്നത്. ഇവിടെ ദാസന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്, അതുപോലെ തന്നെ യജമാനന്മാർക്കും ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ദാസന്മാരോടാണ് ആദ്യം പറയുന്നത്? ദാസന്മാരോട് പറയുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൽ, ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. ഇത് എഴുതിയിരിക്കുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഈ ദൈവവചനം രേഖപ്പെടുത്തതായ ആ കാലഘട്ടങ്ങളിൽ യജമാനദാസ അല്ലെങ്കിൽ യജമാനൻ അടിമ എന്ന് പറയുന്ന ഒരു സംവിധാനമുള്ള കാലഘട്ടമായിരുന്നു. യജമാനന് അവിടെ എങ്ങനെയാണ് ദാസൻ ഇടപെടേണ്ടത്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ഇത് ബാധകമാണോ എന്ന് ചോദിച്ചാൽ അന്ന് ബാധകമായിരിക്കുന്നത് പോലെ ഉള്ള ഒരു തലത്തിലല്ല ഇന്നുള്ളത്. കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അടിമ എന്ന് പറയുന്നതായ ഒരു സമ്പ്രദായം ഇന്ന് ലോകത്ത് വളരെ അപൂർവമാണ്. എന്നാൽ നാം നമ്മുടെ ഉദ്യോഗസ്ഥന്മാര്, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഇതര മറ്റ് സ്ഥലങ്ങളിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ നോക്കിയാൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു യജമാനദാസ ബന്ധമാണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഒരാളെ ഒരു സ്ഥാപനം ജോലിക്കെടുക്കുമ്പോൾ അവർക്ക് അവര് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അവിടെ അവരെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രതീക്ഷകൾ അതെല്ലാം എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടാണ് കമ്പനിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് മുമ്പോട്ട് പോയിക്കൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടാണ് ഓരോ കമ്പനികളും അവരുടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ജോലി ലഭിച്ചതായ ആളുകൾ യഥാർത്ഥത്തിൽ അവര് ദാസന്മാരെന്ന് നമുക്ക് വിളിക്കാം. ജോലി കൊടുത്തതായിട്ടുള്ള ആളുകളെ യജമാനന്മാരെന്നും വിളിക്കാം. എന്നാൽ അവിടെ അടിമത്വമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ജോലി ഉപേക്ഷിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോകാം എന്നുള്ളത് കൊണ്ട് അവിടെ അടിമത്വമില്ല. അടിമത്വമുള്ളിടത്ത് യജമാനന്റെ കീഴിൽ നിൽക്കുവാൻ അത് നിർബന്ധിതമാണ്, മാറിപ്പോകുവാനായിട്ടുള്ള അനുവാദമില്ല. അപ്പോൾ അടിമത്വമില്ലെങ്കിലും യജമാനദാസ ബന്ധം ഇന്ന് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ അധ്യായം നാം പഠിച്ചപ്പോൾ ഭാര്യമാരോട് പറയുമ്പോഴും അവിടെ നമ്മൾ കാണുന്നത് കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. ഭർത്താക്കന്മാരോട് പറയുമ്പോൾ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇവിടെ പറയുകയാണ് ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിപ്പിൻ. അപ്പോൾ ക്രിസ്തുവിനോ അനുസരിക്കുന്ന അതേ മനോഭാവത്തോടു കൂടിയാണ് യജമാനന്മാരെയും നാം ഇങ്ങനെ ദാസന്മാരായിട്ടുള്ള ആളുകൾ അനുസരിക്കേണ്ടത്. ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നിന്ന് ആയിരിക്കണം. അതായത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശരിയായ മനോഭാവത്തോടു കൂടി യജമാനന്മാരെ സേവിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. എന്ന് മാത്രവുമല്ല, ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിനെന്നാണ്. അതായത് അവരോട് തർക്കുത്തരം പറയാനോ ഒരടിമത്വമില്ലാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അങ്ങനെ ജോലി ചെയ്യാനായിട്ട് മനസ്സില്ല, ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവായി കൊടുക്കാം.
എന്നാൽ യജമാനന്റെ ശമ്പളം മേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്നതായുള്ള സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം മേടിച്ചുകൊണ്ട് അവിടെ തുടരുന്നിടത്തോളം കാലം അവരുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നിന്ന് ക്രിസ്തുവിനെ പോലെ തന്നെ അവരെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അതൊരു വലിയ പ്രമാണമാണ്. എന്നാൽ ഈ ഒരു ആത്മാർത്ഥത ഇന്ന് തൊഴിൽ മേഖലകളിൽ ഇല്ല എന്നുള്ളത് നമ്മളുടെ സമൂഹത്തിന്റെ അധപ്പതനത്തിന് ഒരു വലിയ കാരണമാണ്. യജമാനന്മാരോട് അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളോടുള്ള തൊഴിലാളികളുടെ മനോഭാവം പ്രത്യേകിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അനുസരണമോ അല്ല എങ്കിൽ ഭയമോ ഒന്നും അവിടെ ഇല്ലാതെ ഓരോരുത്തരും അവനവന് തോന്നിയതുപോലെ, പ്രത്യേകിച്ച് സംഘബലത്താൽ, അതായത് തൊഴിലാളികൾ യൂണിയനും അസോസിയേഷനും ഒക്കെ ഉണ്ടാക്കി അപ്പോൾ മാനേജ്മെന്റിനെ വിരട്ടി കാര്യങ്ങൾ നേടുക എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ മാറിപ്പോയി. അത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ ഫലം തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. എന്നാൽ അങ്ങനെ സംഘം ചേർന്ന് മാനേജ്മെന്റിനെതിരെ സമരം ചെയ്യാനൊന്നും നമുക്ക് അനുവാദമില്ല. എന്നാൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും തെറ്റായിട്ടുള്ള, അതായത് ഉടമസ്ഥന്റെ ഭാഗത്തു നിന്നും തെറ്റായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായാൽ അതിന് നിയമം നമുക്ക് നൽകുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന് പ്രതിവിധി ഉണ്ടാക്കുവാൻ സാധിക്കും. പക്ഷെ അത് നിയമത്തിന്റെ പരിധികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ പോകുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. അപ്പോൾ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിക്കണം. അത് ദാസന്മാർ നമുക്ക് തൊഴിൽ തന്നതായിട്ടുള്ള ആളുകളോടുള്ള നമ്മളുടെ മനോഭാവമായിരിക്കണം. എന്നിട്ട് വീണ്ടും പറയുക, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ. അപ്പോൾ യജമാനനെ സേവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് തൊഴിൽ തന്നതായിരിക്കുന്ന ആളുകളെ സേവിക്കുമ്പോൾ, അത് കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ എന്നുള്ളതാണ്. അതായത് കർത്താവിനെ സേവിക്കുന്നതിന് തുല്യമായ ഒരു കാര്യമായിട്ടാണ് യജമാനന്മാരെ സേവിക്കുന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, നാം എന്ത് ചെയ്താലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും, അതുപോലെ തന്നെ നാം തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിനെന്ന വേണം ചെയ്യുവാനായിട്ട്. ഏത് തൊഴിലും കർത്താവിനെന്ന വേണം ചെയ്യുവാനായിട്ട്. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് എത്ര ആത്മാർത്ഥതയോടെ നാം ചെയ്യുമോ എന്നുള്ളതല്ല, ചെയ്യണമോ അതേ ആത്മാർത്ഥതയോടെ നാം തൊഴിൽ തരുന്നതായിട്ടുള്ള ആളുകളോട് ഇടപെടേണ്ടത്, അവരെ കാണേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ചെയ്യരുത്. നമുക്കറിയാം, ചില തൊഴിലാളികളൊക്കെ ഉടമസ്ഥൻ കൂടെ ഉണ്ടെങ്കിൽ പണിയെടുക്കും, ഉടമസ്ഥൻ അങ്ങ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പണിയെടുക്കുകയില്ല. അത് അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ അവരുടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യും, അതല്ല എങ്കിൽ ജോലി ചെയ്യാതിരിക്കുക. അതാണ് ഈ ദൃഷ്ടിസേവയാലല്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെ ദൃഷ്ടിസേവയാലല്ല, കാണിക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലെടുക്കലല്ല, മറിച്ച് ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നിന്നും അതുപോലെ തന്നെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്യണം. നമുക്കറിയാം, എന്തെങ്കിലും ഒരു തൊഴില് നമ്മൾ നിർബന്ധത്താൽ ചെയ്യുന്നതും സമ്മർദ്ദത്താൽ ചെയ്യുന്നതും മനസ്സോടെ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവേഷ്ടം മനസ്സോടെ ചെയ്യണം എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് തൊഴിൽ മേഖലകളിൽ വളരെ പ്രാധാന്യമുള്ളതായ ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ജോലി ചെയ്തിരുന്നതായിട്ടുള്ള സ്ഥാപനത്തിൽ ഇതുപോലെ അസോസിയേഷനും യൂണിയനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അസോസിയേഷനിലും യൂണിയനിലും ഒക്കെ മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സമരത്തിന് വിളിച്ചാൽ പോകണം, ധർണയ്ക്ക് വിളിച്ചാൽ പോകണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സംഘടനകളിൽ ചേരാതെ ഇരുന്ന് അതിന്റെ പേരിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നാം അത് ദൈവനാമത്തെ പ്രതിയോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ദൈവം പല വാതിലുകളും വഴികളും തുറന്ന്
നമ്മെ അവിടെ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യരെയല്ല, കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ. അപ്പോൾ ഒരു യജമാനനെ അനുസരിക്കുമ്പോൾ അത് കർത്താവിനെ അനുസരിക്കുന്നു എന്നുള്ള നിലയിലാണ് അതിനെ എടുക്കേണ്ടത്. അതല്ലാതെ ഞാൻ മനുഷ്യനെ അനുസരിക്കുന്നു എന്നുള്ള നിലയിലല്ല. അതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുമ്പോൾ അത് കർത്താവ് തന്ന കൽപ്പന എന്നുള്ള നിലയിൽ അത് അനുസരിക്കുമ്പോൾ അത് കർത്താവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അനുസരിക്കാതെ വരുമ്പോൾ അത് കർത്താവിനെ അനുസരിക്കാതിരിക്കുന്നതിനും തുല്യമാണ്. അത് തന്നെയാണ് മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും, അതുപോലെ തന്നെ യജമാനന്മാരും ദാസന്മാരും തമ്മിലുള്ള ബന്ധത്തിലും ഇത് തന്നെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ വീണ്ടും 8-ാമത്തെ വാക്യത്തിൽ ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്തുകൊണ്ടാണ് കർത്താവിനെന്നവണ്ണം നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്? കർത്താവിനെന്നവണ്ണം എന്തുകൊണ്ടാണ് ചെയ്യണം? കാരണം കർത്താവിനെന്നവണ്ണം ചെയ്താൽ നമുക്ക് യജമാനൻ തരുന്നതായിട്ടുള്ള പ്രതിഫലത്തിനപ്പുറം കർത്താവ് മറ്റൊരു പ്രതിഫലവും തരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതായിട്ടുള്ള പ്രതിഫലം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് കാലം തെളിയിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അത് ഏത് നിലയിലാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. പക്ഷേ കർത്താവ് ആർക്കും കടക്കാരനല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് യജമാനന്മാരെ കർത്താവിനെന്ന പോലെ നാം അനുസരിക്കുകയും കർത്താവിനെന്ന പോലെ ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ ദൃഷ്ടിസേവകളല്ലാതെ മനസ്സോടെയൊക്കെ ചെയ്താൽ തൊഴിൽദാതാവ് തരുന്നതായിട്ടുള്ള ശമ്പളത്തിന് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്കപ്പുറം ദൈവം നമുക്ക് ഒരു പ്രതിഫലം നൽകും. പ്രിയമുള്ളവരെ, അവിടെ ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കൽ നിന്നും ലഭിക്കും, അതുപോലെ തന്നെ തൊഴിൽ ഉടമയുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിക്കും. അപ്പോൾ ദാസന്മാരോട് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം യജമാനന്മാരോട് പറയുകയാണ്. എന്താണ് യജമാനന്മാരോട് പറയാനായിട്ടുള്ളത്? 9-ാമത്തെ വാക്യത്തിൽ യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഇവിടെ യജമാനന്മാർ എന്ത് ചെയ്യണം? തങ്ങളുടെ കീഴിൽ ദാസന്മാരുണ്ട്, ശരിയാണ്. എന്നാൽ നിങ്ങളും ദാസന്മാരാണ്, നിങ്ങളുടെ മുകളിലും ഒരു യജമാനൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദാസന്മാരോട് അയോഗ്യമായി പെരുമാറിയാൽ നിങ്ങൾ ദാസനായിരിക്കുന്ന നിങ്ങളുടെ സ്വർഗത്തിലെ യജമാനൻ നിങ്ങളോടും അങ്ങനെ തന്നെ പെരുമാറും. കാരണം അവന്റെ പക്കൽ മുഖപക്ഷമില്ല. എത്ര കഠിനമായ ശക്തമായ ഭാഷയാണ്! കർത്താവ് മുഖപക്ഷം കാണിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ദാസന്മാരോട് എങ്ങനെ പെരുമാറുന്നുവോ അതേ നിലവാരത്തിൽ നിങ്ങളോടും പെരുമാറും നിങ്ങളുടെ യജമാനൻ. അതുകൊണ്ട് ദാസന്മാരോട് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് പെരുമാറണം എന്ന് ആണ് ഇവിടെ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവിൻ. അങ്ങനെ ഭീഷണിപ്പെടുത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. അവരോട് കൃപയോടുകൂടി സമാധാനത്തോടെ സഹവർത്തിത്വം ആവശ്യമാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം എത്ര ബാലൻസ്ഡ് ആണ്, സന്തുലിതമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാവർക്കും, ദൈവസഭയിലെ എല്ലാവർക്കും, ഇപ്പൊ ഇത് ദൈവസഭയിലും യജമാനന്മാരും ദാസന്മാരും ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ എഴുതുന്നത്. നമുക്കറിയാമല്ലോ, ഫിലമോൻ എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യനൊരു ധനവാനും ഒരു യജമാനനുമായിരുന്നു. തൻ്റെ അടിമയായിരുന്നു ഒനേസിമോസ് എന്ന് പറയുന്നതായ വ്യക്തി. ഈ ഒനേസിമോസിനെ പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ വെച്ച് കണ്ടുമുട്ടുകയും അവനോട് സുവിശേഷം പറയുകയും അവനെ തിരിച്ച് ഫിലമോന്റെ അടുക്കിലേക്ക് അയക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫിലമോന്റെ ലേഖനത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ദൈവസഭയിലും അന്ന് യജമാന അടിമ അല്ലെങ്കിൽ ദാസ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത്, പെരുമാറേണ്ടത് എന്നുള്ളതായിട്ടുള്ള കാര്യമാണ് ഇവിടെ കാണുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഇത് സംബന്ധിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും.
അതിലേക്ക് നമുക്ക് ഇപ്പോൾ പോകുവാനായിട്ട് സമയമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ സന്തുലിതമായ, എല്ലാവർക്കും ഉത്തരവാദിത്വമുള്ള, എല്ലാവരും ഭയത്തോടെ തന്നെ ജീവിക്കേണ്ടതായ ഒരു ജീവിതമാണ് ദൈവസഭയിൽ ദൈവമക്കൾ എല്ലാവരും എല്ലാ ബന്ധങ്ങളിലും ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.